നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ ഇന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ വളരെ സീരിയസ് ആണോ എന്ന് നമുക്ക് നോക്കാം. സീരിയസ് എന്ന് പറഞ്ഞാൽ മാരേജ് കമ്മിറ്റ്മെന്റ് അങ്ങനെ മാത്രമല്ല കേട്ടോ ഉദ്ദേശിക്കുന്ന. അവർ ശരിക്കും ഈ ഒരു ബന്ധത്തിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അത്രയും ഒരു ആത്മാർത്ഥതയോടെ ശരിക്കും നമ്മൾ പറയില്ലേ, വെറുതെ ഒരു കളിതമാശയ്ക്കുള്ള ഒരു അല്ലെങ്കിൽ ഒരു ടൈം പാസോ അങ്ങനെയൊന്നും അല്ലാതെ ശരിക്കും അവർ വളരെ ഈ ബന്ധം നിലനിർത്തണം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു ഞാൻ ഈ ബന്ധം എപ്പോഴും എൻ്റെ ലൈഫിൽ എന്ന രീതിക്ക് സീരിയസ് ആയിട്ട് ആണോ അവരെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എടുക്കാം. പേഴ്സൻ്റെ ഫീലിങ്സ് ആദ്യം എടുക്കാം. അതിൽ നമുക്ക് എന്താന്ന് കിടന്ന് ചാടുന്നു. എടുക്കാതിരിക്കാൻ വയ്യ, ആക്ച്വലി എടുക്കാതിരിക്കാൻ പറ്റില്ല. വാവ്, സാധാരണ എൻ്റെ കയ്യിൽ ഇത്ര ചാടുന്നല്ലോ, അങ്ങനെ ഇന്നിപ്പോൾ എന്തോ ചാടി ചാടി വരുന്നുണ്ട്. സോ എടുത്തേക്കാം. വാവ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് തന്നെയാണ് ഇപ്പം ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെ കൂടുതൽ എടുക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, ഞാനൊരു പിക്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഡു ദേ വാണ്ട് ഇൻ ദിസ് റിലേഷൻഷിപ്പ്? ഓക്കെ, ആക്ച്വലി ഒന്നും പറയാനില്ല എനിക്കിവിടെ. ഓക്കെ, അത്രയും ലൈക്ക് നല്ല കാർഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്, കോംപ്ലിക്കേഷൻ ഉണ്ട് ഇവിടെ, ഇല്ല എന്നല്ല. ഓക്കെ, ഇവിടെ കുറച്ച് കോംപ്ലിക്കേഷൻസ് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു വഴക്കോ പ്രശ്നമോ കാരണം സെപ്പറേഷൻ വന്ന് കാണാം. ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി ഉണ്ട്. പക്ഷെ ഇതിൽ തേർഡ് പാർട്ടിയിൽ ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നമ്മുടെ റീഡിങ്സിൽ എനിക്ക് ഇങ്ങനെ കിട്ടുന്നത്. വളരെ ലൈക്ക് റെയർ ആയിട്ടാണ് ഇങ്ങനെ വരാറ്. ഒരു മെയിൽ എനർജിയാണ് രണ്ടെണ്ണം വന്നിട്ടുള്ളത്. സാധാരണ എപ്പോഴും നമുക്ക് ഫീമെയിൽ എനർജിയാണ് രണ്ടുപേരാ. ഇവിടെ ഇത് മെയിൽ എനർജി എന്ന് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ വേറൊരു വ്യക്തി ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണിന് തോന്നുന്നതായിരിക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ വേറെ ആരും ഉണ്ട് എന്ന് തോന്നുന്നതായിരിക്കാം. മേ ബി അവരുടെ ലൈഫിലും ആവട്ടോ, ഇല്ല എന്നല്ല പറയുന്നത്. ബട്ട് എവിടെയോ നിങ്ങൾ കാണുന്ന ലേഡീസ് തന്നെ ആവണം നിർബന്ധമില്ല. ഓക്കെ, ലേഡീസ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ രണ്ട് വ്യക്തികൾ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ആരാണോ കാണുന്നത്, നിങ്ങൾ വ്യൂവർ, ഹൂഎവർ യു ആർ, മാൻ ആയാലും വുമൺ ആയാലും, നിങ്ങളുടെ ലൈഫിൽ രണ്ട് വ്യക്തികളായിരിക്കാം. ഓക്കെ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ പേഴ്സണും മേ ബി നിങ്ങൾ മാരീഡ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. കാരണം ഇവിടെ കിങ് ഓഫ് സോർഡ്സ് എനർജി ഉണ്ട്. സോ മേ ബി നിങ്ങൾ മാരീഡ് ആയിരിക്കാം. അപ്പോൾ പേഴ്സൺ വേറെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു വ്യക്തിയോട് നിങ്ങൾക്കൊരു ഇഷ്ടം ഉണ്ടാവാം, അങ്ങനെയായിരിക്കാം. അല്ലാത്തവർക്ക് ഈവൻ നിങ്ങളിപ്പോൾ മാൻ ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാരീഡ്, നിങ്ങൾക്കൊരു വൈഫ് ഉണ്ട്, ബട്ട് വേറൊരു പേഴ്സണുമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പ്, അങ്ങനെ ആയിരിക്കാം. അല്ലാത്തവർക്ക് മേ ബി നിങ്ങളുടെ ലൈഫിൽ തന്നെ രണ്ട് വ്യക്തികൾ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾക്കായിരിക്കാം, നിങ്ങളുടെ പേഴ്സണും ആവാം. ഓക്കെ, അഗെയിൻ ഇവിടെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം നമുക്ക്. ബട്ട് എന്തായാലും രണ്ട് എനർജി തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഇവിടെ കോമ്പറ്റീഷൻ്റെ എനർജി കണ്ടു ഞാൻ. അതാണ് പ്രത്യേകം അത് പറയാൻ റീസൺ. നിങ്ങളുടെ പേഴ്സണിന് തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ വേറെ ആരോ ഉണ്ട് എന്ന രീതിക്കൊരു ഇത് വന്നിട്ട് മേ ബി നിങ്ങളെ വലുതും പറഞ്ഞു കാണാൻ. എന്നിട്ട് നിങ്ങൾ അവരെ ചീറ്റ് ചെയ്യുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കൂടാതെ വേറെ ആരെങ്കിലും അടുത്ത് നിങ്ങൾ അറ്റാച്ച്ഡ് ആണ് എന്ന രീതിക്കോ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നത്. ഇവിടെ ഒരു വിട്ടുപോലെ കാണുന്നുണ്ട്. എനിക്ക് 8 of Cups വാക്കിംഗ് അവേ കാണുന്നുണ്ട്. ബട്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് വളരെയധികം സ്നേഹം തന്നെയാണ്. 2 of Cups, കിങ് ഓഫ് കപ്സ്, 9 of Cups. ആക്ച്വലി ഇത് ആദ്യം തന്നെ വന്നു. ഇവിടെ ലവേഴ്സ് നമുക്ക് ബോട്ടം കിട്ടിയിരുന്നു. ഞാൻ ചോദിച്ചു അവർ ശരിക്കും എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. യെസ്, അവരുടെ ഫീലിങ്സിൽ വളരെ സ്ട്രോങ് ഫീലിങ്സ് ആണ്. നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ ലൈക്ക് 100% നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ്. നിങ്ങൾ അത്രയും ലൈക്ക് കണക്റ്റഡ് ആണ്. നിങ്ങൾ സോൾ കണക്ഷൻ ആണ് എന്ന് തന്നെ വിളിക്കാം ഇതിനെ. ഓക്കെ, അത്രയും സോൾ കണക്ഷൻ ആണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഫാമിലി ആയിട്ട് കാണുന്നു. മേ ബി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയാവാം. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും, അങ്ങനെയാവാം. ഇവിടെ ആ നിങ്ങളുടെ ലൈഫിൻ്റെ ഇടയിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വേറെ ആരോ എന്തോ പ്രശ്നം ഉണ്ടാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാവാം. ഒരു തേർഡ് പാർട്ടി എനർജി. അതിപ്പോൾ ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, പാരൻസ് ആവാം, എന്തുമാവാം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു ശരിക്കും സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. മാരേജ്, സ്റ്റെബിലിറ്റി എന്ന രീതിക്കാണ് കാണുന്നത്. നിങ്ങൾ മാരേജ് ആവണമെന്നില്ല, നിങ്ങൾ തമ്മിൽ വളരെ അറ്റാച്ച്ഡ് ആയിട്ട്, ഓക്കെ, അത്രത്തോളം വിശ്വാസത്തോടെ ട്രസ്റ്റോടെ നമ്മളൊരു ശരിക്കും ഒരു ഫാമിലി പോലെ ബിൽഡ് ചെയ്യുക, ഒരു വീട്, ഫാമിലി, അല്ലെങ്കിൽ നമ്മൾ അത്രയും അടുത്ത് നിൽക്കുക
എന്ന് പറയില്ലേ, ആ ഒരു ബന്ധത്തിന്റെ ഒരു ആഴമാണ് പറയുന്നത് ഞാൻ. അത്രയും അങ്ങനെയാണ് അവർ കാണുന്നത്. പക്ഷെ ഇവിടെ എവിടെയോ ഒരു വാച്ചിങ് എനർജി എനിക്ക് കാണുന്നുണ്ട്. മേ ബി ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ശരിക്കും ഇങ്ങനൊരു എനർജി ഉണ്ടല്ലോ ഇതിൽ വരുന്നത് റീഡിങ്ങിൽ. ഇതാരോ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിപ്പോൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തുള്ളവർ ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് ആരെങ്കിലും ആയിരിക്കാം. നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് ആരോ. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടാവാം. ആൻഡ് ഇവിടെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഈ 6 of Pentacles ഉണ്ട്. ഒരു 2 സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഉണ്ട്. ഒന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് 2 ചോയ്സ് ചെയ്യാൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന്. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തി ആരോ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, ഈവൻ പാരൻസ് ആയിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾ മാരീഡ് ആണെങ്കിലും, ഐ മീൻ നിങ്ങൾ മാരീഡ്, നിങ്ങളുടെ പേഴ്സൺ മാരീഡ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് ആരോ. ഓക്കെ, നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അടുപ്പുണ്ടോ എന്ന് ഡൗട്ടായിരിക്കാം. ഓക്കെ, ആരെങ്കിലും ഡൗട്ട് ചെയ്യുന്നുണ്ടാവാം, സംശയിക്കുന്നുണ്ടാവാം, നിങ്ങളത് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടാവും പ്രോബ്ലി. ഓക്കെ, ബട്ട് ഇവിടെ അതൊരു ആരോ വാച്ച് ചെയ്യുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. ആരോ നിങ്ങളുടെ എതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഇവിടെ 2 സിറ്റുവേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും. ബ്ലോക്ക് കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ബ്ലോക്കൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടാവാം ചിലപ്പോൾ. ബട്ട് അത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ ഇതല്ല. ഇവിടെ ഒരു ഇഷ്ടമില്ലാഞ്ഞിട്ടോ സ്നേഹമില്ലാഞ്ഞിട്ടോ അല്ല. മേ ബി ആരെങ്കിലും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ആ ബന്ധത്തിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ബ്ലോക്ക് ചെയ്തതായിരിക്കാം. നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടാവാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ വേറെ ആരും ഉണ്ടെന്ന്, അതുകൊണ്ട് മാറിപ്പോയതായിരിക്കാം. ബട്ട് ഫീലിങ്സ് വൈസ് യെസ്, നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ്. എന്താ ഇങ്ങനെ ഒരു റീഡിങ് വന്നത് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടത് ഇങ്ങനെ. ഓക്കെ, ലെറ്റ്സ് സീ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ചാണ് നോക്കാൻ പോയത്, പക്ഷെ ഒരു സിറ്റുവേഷൻ ആണ് കിട്ടിയത്. ഓക്കെ, ശരി, ഇതിൻ്റെയൊക്കെ മേലെ ഓക്കെ ഇതൊക്കെ വിട്ട് കളയാം. ഓക്കെ, വാട്ട് എവർ ഹാപ്പൻസ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സീരിയസ് ആണോ? ലെറ്റ്സ് സീ. King of Wands, Knight of Cups, 4 of Pentacles, 10 of Swords, Magician. Again ഇവിടെ യെസ്, വീണ്ടും അതേ കാര്യമാണ് വരുന്നത്. നിങ്ങളിവിടെ ഒരു ഹാർട്ട് ബ്രേക്കിന്റെ കാര്യം വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വേറെ ആരും ഉണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സണിന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തോ തരത്തിൽ, അല്ലെങ്കിൽ അവരായിരിക്കാം ചെയ്തത്, പക്ഷെ എന്തുകൊണ്ട് എനർജി ഇന്ന് എനിക്ക് മെന്നിന്റെ കയറി വരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ചെറിയ കൺഫ്യൂഷൻ എനിക്കുണ്ട്. ബട്ട് എനിവേ മാസ്കുലൈൻ എനർജിയാണെന്ന് കൂടുതൽ കയറി വരുന്നത്. ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, എനിവേ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഓക്കെ നിങ്ങളോട് വളരെയധികം അറ്റാച്ച്ഡ് തന്നെയാണ്. ഓക്കെ, നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ട്, അവർക്ക് പാഷൻ ഉണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ട്. ഫീലിങ്സ് വളരെ ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട്. അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എവിടെയോ ബാക്ക് ഓഫ് ദ മൈൻഡ് ആ ഒരു ബിട്രയൽ എനർജി, നമ്മളെ ചതിക്കപ്പെടുക എന്നുള്ള ഒരു എനർജി നിങ്ങൾക്കായിരിക്കാം. ചിലപ്പോൾ ആ എനർജി നിങ്ങളായിരിക്കും അത് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നതായിരിക്കാം. ആ ഒരു എനർജി ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സണിന്റെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇവിടെ മജീഷ്യൻ എനർജി. ഓക്കെ, യെസ്. ഓക്കെ, ഒരു കാര്യം ഇവിടെ നിന്ന് പെട്ടെന്ന് എനിക്ക് ഓർത്തത് ഞാൻ പറയാം. മേ ബി നിങ്ങൾ കാണുന്നവർ നിങ്ങൾ ലൈക്ക് സെയിം ജെൻഡർ കപ്പിൾസ് വല്ലവരും ആയിരിക്കാം. ഓക്കെ, സോ യെസ്, അതുകൊണ്ട് കൂടിയിട്ടായിരിക്കാം ചിലപ്പം ഇങ്ങനത്തെ കാർഡ്സ് വന്നത്. കുറച്ച് പേര് അങ്ങനത്തെ കാണുന്നുണ്ടാവും. സോ മേ ബി നിങ്ങൾക്കുള്ള ഒരു സ്പെഷ്യൽ മെസ്സേജ് ആയിരിക്കാം. ഓക്കെ, ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ വേറെ ഓപ്ഷന് വേണ്ടി നിങ്ങളെ മാറ്റി വെച്ചു എന്ന രീതിക്കായിരിക്കാം. പക്ഷെ ഇവിടെ മാനിഫെസ്റ്റേഷൻ്റെ എനർജി ഉണ്ട്, ഇവിടെ മജീഷ്യൻ ഉണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. സോ ഇവിടെ ഒരു കർമ്മ മാറി വരുന്നുണ്ട്. ലക്ക് തീർച്ചയായിട്ടും മാറി വരുന്ന രീതിക്കാണ്. കർമ്മ നിങ്ങളുടെ ഭാഗത്തേക്ക്, ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു എന്ന രീതിക്കാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ യെസ് സീരിയസ് തന്നെയാണ്, ഡൗട്ടൊന്നുമില്ല. അവർക്ക് യെസ് നിങ്ങളെ വേണം, നിങ്ങളെ നഷ്ടപ്പെടാൻ വയ്യ, എല്ലാം അങ്ങനെ തന്നെയാണ്. ബട്ട് മേ ബി ഇടയിലൊരു ബിട്രയൽ എനർജി വന്നിട്ടുണ്ട്. മേ ബി അവർ പാസ്റ്റിൽ ചെയ്ത കാര്യമായിരിക്കാം, പാസ്റ്റ് എനർജി ആയിരിക്കാം. ഇവിടെ നമ്മൾ 5 wandsഉം ഇതൊക്കെ പറയുമ്പോൾ ആക്ച്വലി എവിടെയോ ഒരു പാസ്റ്റിൻ്റെ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ മുൻപ് എന്തെങ്കിലും ചെയ്ത ഒരു തെറ്റായിരിക്കാം. ഓക്കെ, അതായിരിക്കാം ഇവിടെ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം. ബട്ട് ഇവിടെ എന്തായാലും സിറ്റുവേഷൻ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്, സമയം തിരിഞ്ഞു വരും. ഓക്കെ, സമയം മാറി വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. സോ ഇന്ന് സെയിം ജെൻഡർ കപ്പിളിന് ഐ തിങ്ക് കുറച്ചുകൂടി എന്നൊരു മെസ്സേജ് ഉണ്ട് ഇവിടെ. എന്ത് തന്നെയായാലും ശരി, നിങ്ങളുടെ പേഴ്സൺ യെസ് വളരെ സീരിയസ് തന്നെയാണ് നിങ്ങളെക്കുറിച്ച്. ഓക്കെ, എനിക്കെന്തോ മതിയായില്ല, കുറച്ച് കാർഡ്സ് കൂടി. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ആക്ഷൻ നിങ്ങളുടെ ടുവേർഡ്സ് എന്തായിരിക്കും നോക്കാം. എംപറർ, ഏസ് ഓഫ് പെന്റിക്കിൾസ്. മൈ ഗുഡ്നെസ്. യെസ്, പാസ്റ്റിൽ ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചീറ്റിംഗ് ഹൈഡിങ് ഇവിടെ ഉണ്ട്.
ചീറ്റിംഗ് എനർജി വീണ്ടും വന്നിട്ടുണ്ട്. ബട്ട് അവർ അതിൽ നിന്ന് ഓവർകം ചെയ്യും എന്നാണ് കാണുന്നത്. ഓക്കെ, പേഴ്സണിന് നിങ്ങളെ തന്നെയാണ് വേണ്ടത്, അവർ നിങ്ങളെ തന്നെയാണ് ചൂസ്. അഗെയിൻ കിങ് എനർജിയാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഒരുപാട് മാസ്കുലൈൻ എനർജി വരുന്നുണ്ട്. സോ ഐ ഡോ നോ, മാസ്കുലൈൻ എന്ന് ഞാൻ വിളിക്കുന്നില്ല. ഓക്കെ, അതിനെ സെയിം ജെൻഡർ ഐ തിങ്ക് എനർജി എനിക്ക് ഒരുപാട് ഇന്ന് വരുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് 4 കാർഡാണ് ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാ കിങ്ങും വന്നിട്ടുണ്ട് ഇന്ന് ഇവിടെ. ഈവൻ എംപറർ വന്നു. സോ ഐ തിങ്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ ആരുടെയോ ഒരു എനർജി ഇന്ന് ഞാൻ പിക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മാത്രമല്ല, പക്ഷേ ഓക്കെ ഇതെല്ലാവർക്കും മാച്ച് ആവും. നിങ്ങൾ ജസ്റ്റ് ആ ജെൻഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എടുത്തോളൂ, അത് മാത്രം. ഓക്കെ, നിങ്ങൾ ആര് കാണുന്നോ നിങ്ങൾ അതിനെ വേറെ ജെൻഡറായിട്ട് നിങ്ങൾ എടുത്തോളൂ. ഓക്കെ, ഇവിടെ എംപറർ ഉണ്ട്. യെസ്, നിങ്ങളുടെ പേഴ്സൺ വളരെ കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളോട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ ശരിക്കും നമ്മൾ പറയില്ലേ പ്രോപ്പറായിട്ട് ശരിക്കും ന്യായമായ രീതിയിൽ നിങ്ങളുമായിട്ടൊരു ഫാമിലി റിലേഷൻഷിപ്പ് എന്ത് തന്നെയായാലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് നമുക്കൊരു മാരേജ് ഓഫറാണ്, കമ്മിറ്റ്മെൻ്റ് ആണ്. ഇവിടെ നിങ്ങളുടെ അടുത്ത് കിങ് ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. സോ അഗെയിൻ അതും ഒരു മാരേജ് ഓഫർ, അല്ലെങ്കിൽ ഒരു അത്രയും സ്റ്റേബിൾ ആയിട്ടൊരു ബന്ധം അവരുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷെ പാസ്റ്റിൽ ചില ബിട്രയൽ എനർജിയാണ് ഇവിടെ നിങ്ങളുടെ ഐ തിങ്ക് ഇടയിൽ ഒരു തടസ്സം ഇപ്പോൾ ഉള്ളത്. ബട്ട് അത് മാറും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ചേഞ്ച് ആകും എന്നുള്ളത് നമ്മൾ വീൽ ഓഫ് ഫോർച്യൂൺ നേരത്തെ കണ്ടു. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണിൽ മാറ്റങ്ങൾ വരും. അവർ സീരിയസ് തന്നെയാണ്. ഓക്കെ, അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരത് മാറ്റിയെടുക്കും. ഓക്കെ, ആ തെറ്റ് അവർ തിരുത്തി നിങ്ങളെ തന്നെ അവർ ചൂസ് ചെയ്യും എന്നാണ്. ഓക്കെ, ഇതൊരു വല്ലാത്തൊരു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റീഡിങ്ങിൽ ഇത്ര 4 കിങ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ പക്ഷേ സോൾമേറ്റ് കണക്ഷൻ കാണുന്നുണ്ട്. സോ ആരായാലും ശരി, നിങ്ങൾ കാണുന്ന നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ സോൾമേറ്റ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ്. ഓക്കെ, നമുക്ക് സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. ഫ്ലേർട്ട് എന്ന് കാണുന്നുണ്ട്. അൺറിക്വൈറ്റഡ് ലവ്, ന്യൂ ലവ്. ഓക്കെ, മേ ബി ഒരു പുതിയ പേഴ്സൺ വരുന്നതായിരിക്കാം കുറച്ച് പേർക്ക്. കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്. ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഐ മീൻ ഇത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വെക്കൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഫ്ലേർട്ടിങ് കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങൾ തമ്മിൽ ഒരു നല്ല ലൈറ്റ് ആയിട്ടുള്ള എനർജി, അതായത് വളരെ ഹാപ്പി ആയിട്ട് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു എനർജി നിങ്ങൾ തമ്മിൽ വരും. നിങ്ങൾക്ക് ഫ്ലേർട്ട് ചെയ്യാൻ എന്ന് വെച്ചാൽ എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ അവർ സംസാരിച്ചൊക്കെ വരുമ്പോഴും നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. ഈവൻ അവർ നിങ്ങളോട് മേ ബി ഫ്ലേർട്ട് ചെയ്ത് വരും എന്നായിരിക്കും. അതായത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, മേ ബി ആ സിറ്റുവേഷൻ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടി അവരൊരു മൂഡ് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ മെസ്സേജ് വരാനുള്ള സാധ്യതയാണ്. അൺറിക്വൈറ്റഡ് ലവ് എന്നാണ്. ദർ ഇസ് നോട്ട് ഇനഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻഷിപ്പ് ഗോയിങ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം പാസ്റ്റിൽ. ഓക്കെ, നമ്മൾ നേരത്തെ ചില കാർഡ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് പാസ്റ്റിൽ നിങ്ങളെ പേഴ്സൺ ചൂസ് ചെയ്യാതെ നിന്നു, നിങ്ങളായിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് കൂടുതൽ കൊടുത്തത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ആ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്കൊരു വിഷമം തോന്നിക്കാണാം. നിങ്ങൾക്ക് മാത്രമാണ് അങ്ങോട്ട്, അവർക്ക് തിരിച്ചിങ്ങോട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണാം. ഓക്കെ, ഇവിടെ ന്യൂ ലവ് കാണുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരും. ഇപ്പോൾ സപ്പോസ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വേറൊരു വ്യക്തി പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനൊരു ചാൻസ് കൊടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, മേ ബി ഈ ഒരു പേഴ്സൺ ഇപ്പം നിങ്ങളെ ചൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാൻ തെറ്റ് അവർ ചീറ്റ് ചെയ്തു എന്നൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് അവരെ അതിൽ നിന്ന് മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. കുറച്ച് പേർക്ക് അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെ ഓക്കെ റിലേഷൻഷിപ്പ് വീണ്ടും ഒരു ബെറ്റർ ആയിട്ട് വീണ്ടും നിങ്ങൾ തമ്മിലൊരു റീസ്റ്റാർട്ട് വരാനുള്ള സാധ്യതയുമാണ്. ഓക്കെ, ആൻഡ് ഇവിടെ കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് എന്ന് പറയുന്നുണ്ട്. യുവർ സോൾമേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. ഇത് ഒന്ന് നമ്മൾ പറയുന്നത് ലൈക്ക് നിങ്ങൾ വിചാരിക്കും, നമ്മളെപ്പോഴും പറയില്ലേ ഇങ്ങനെയായിരിക്കണം എൻ്റെ വ്യക്തിയോ, വളരെ റൊമാൻറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ എന്താ പറയുക അവർ ഓപ്പണായിട്ട് ഫീലിങ്സ് പറയും. ഓക്കെ, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു റൊമാൻസ്, അതായിരിക്കും ഒരു ലൈഫ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ. പക്ഷെ അതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നേരെ തിരിച്ചായിരിക്കും. ചിലപ്പോൾ അവർ അങ്ങനെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ആവുക, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ബട്ട് അവരുടെ സ്നേഹം പക്ഷെ നിങ്ങൾക്ക് ചില അവരുടെ ആക്ഷൻസിൻ്റെ ത്രൂ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അവർ നിങ്ങളെ കാണിക്കുന്ന കെയർ, അല്ലെങ്കിൽ അവർ എപ്പോഴും അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നല്ല, പക്ഷെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും യെസ് അവർ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയും. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വ്യക്തിയെ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. ബട്ട് അതിൽ എന്ന് വെച്ചിട്ട് ഓപ്പോസിറ്റ് ആയി പോയി എന്ന് വെച്ച് നമ്മൾ ചേരില്ല എന്നൊന്നുമില്ല, അല്ലെ? ഓപ്പോസിറ്റ്സ് അട്രാക്ട് എന്നാണ് പറയുക ആക്ച്വലി. ഓക്കെ, അത് മാത്രമല്ല പിന്നെ ഇത് ഞാൻ അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ സെയിം ജെൻഡർ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി മേ ബി അതായത് നമ്മൾ മറ്റുള്ള സൊസൈറ്റി വിചാരിക്കുന്ന പോലെയല്ല, അല്ലേ? ഒരു മാറ്റം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. സോ എന്തായാലും കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സൊന്ന് ഓപ്പൺ ആക്കി വെക്കുക. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല എന്ന് വെച്ച് തെറ്റാണ് എന്നില്ല. ഓക്കെ, സോ ആ പേഴ്സൻ്റെ രീതി വേറെ ആയിരിക്കാം, അവരുടെ സ്വഭാവങ്ങൾ വേറെ രീതിയിലായിരിക്കാം, അവരങ്ങനെ ആയിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ റൊമാൻറ്റിക് ആയിട്ടൊന്നും കാണിക്കുന്ന വ്യക്തികളാവണമെന്നില്ല. സോ
ഒന്ന് കുറച്ചൊന്ന് ഓപ്പൺ മൈൻഡോടെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്നുകൂടി പറയുന്നുണ്ട്. ബട്ട് തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മാത്രം ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, അത് നമ്മൾ ഇവിടെ ഇരുന്ന റീഡിങ് നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ്. ബട്ട് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിങ്ങളത് വേദനിക്കാൻ, അവനവനെ വേദനിപ്പിക്കാൻ ഒരവസരം നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, അതിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അത് വരും. അല്ല, നിങ്ങൾക്ക് അത് വേണ്ട എന്നുണ്ടെങ്കിലും നിങ്ങൾ അവനവനെ സ്നേഹിക്കുക. ഓക്കെ, സെൽഫ് ലവ് ചെയ്യുക. എനിവേ, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, എന്തായാലും ഇന്നത്തെ റീഡിംഗ് ഒരു വിചിത്രമായിരുന്നു. എനിവേ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.